ഹായ് ഫ്രണ്ട്സ്, വിവിധ ഏജൻസികൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പലപ്പോഴും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 2 റിപ്പോർട്ടുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. UBS ഗ്ലോബൽ അഥവാ യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് ബാങ്കാണ്. മാത്രമല്ല വേൾഡ് വൈഡ് ക്യാപിറ്റൽ മാർക്കറ്റുകൾക്ക് അഡ്വൈസറി സർവീസസും അതുപോലെ വെൽത്ത് മാനേജ്മെന്റ് സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് കൂടിയാണ് UBS ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഒരു ഗ്ലോബൽ എൻറ്റിറ്റി. അപ്പോൾ അവരുടെ ഒരു 10ാമത്തെ ഒരു ബില്യനെയർ അംബീഷൻസ് റിപ്പോർട്ടാണ് അവരിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് മുടങ്ങാതെ ഓരോ വർഷവും ഈ റിപ്പോർട്ട് പുറത്തു വരാറുണ്ട്. അപ്പോൾ അമേരിക്ക, അതുപോലെ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ പസഫിക് റീജിയനിലൊക്കെയുള്ള 2500-ലേറെ ബില്യനേഴ്സിനെ അവരുടെ വെൽത്ത് ട്രാക്ക് ചെയ്താണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഇന്ത്യയിലുള്ള ബില്യനേഴ്സിൻ്റെ വെൽത്ത് കഴിഞ്ഞ വർഷം 42.1% വർദ്ധിച്ച് അത് $905 ബില്യൺ ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ 2024 ഇന്ത്യയുടെ ബില്യനേഴ്സിൻ്റെ എണ്ണം അത് 185 ബില്യനേഴ്സായിട്ട് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ലോകത്തിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലാർജസ്റ്റ് നമ്പർ ഓഫ് ബില്യനേഴ്സ് ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 835 ബില്യണേഴ്സാണുള്ളത്, ചൈനയിൽ 427 ബില്യണേഴ്സാണുള്ളത്. അപ്പോൾ ഇന്ത്യ 2024 32 പുതിയ ബില്യണേഴ്സിനെ ആഡ് ചെയ്ത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം 21% ഒരു ജമ്പാണ്. അപ്പോൾ 2015 മുതൽ ഈ 2024 വരെയുള്ള ഒരു കണക്ക് പരിശോധിച്ചാൽ അത് 123% വർധനമാണ്. അതായത് ഏകദേശം ഇരട്ടിയിലേറെ വളർച്ചയാണ് ബില്യനേഴ്സിൻ്റെ എണ്ണത്തിൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ബില്യനേഴ്സ് എന്ന് സ്വാഭാവികമായിട്ട് ചോദ്യം വരാം. അപ്പോൾ ബില്യനേഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നെറ്റ്വർത്ത് അറ്റ്ലീസ്റ്റ് $1 ബില്യൺ ഉള്ളവരെയാണ് ബില്യനേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. അതായത് അസറ്റിൽ നിന്ന് ഡെറ്റും ലയബിലിറ്റീസും കിഴിച്ചു കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതാണ് നെറ്റ്വർത്ത്. അപ്പോൾ ഈ ഒരു അസറ്റിൽ നമ്മളെ ക്യാഷ് ആവാം, റിയൽ എസ്റ്റേറ്റ് ആവാം, അതുപോലെ അവരുടെ ബിസിനസ് ഇൻകം ആകാം, പേഴ്സണൽ പ്രോപ്പർട്ടി, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറൻസി വാല്യൂഷൻ വെച്ച് ഏകദേശം 8483 കോടിക്ക് മുകളിൽ നെറ്റ്വർത്ത് ഉള്ളവരെ നമുക്ക് ഇന്ത്യയിൽ ബില്യണയറുടെ ഒരു ഗണത്തിൽപ്പെടുത്താം. അപ്പോൾ ഇന്ത്യയിലെ ബില്യനേഴ്സിൻ്റെ എണ്ണം അടുത്ത 10 വർഷത്തിനുള്ളിൽ ചൈനയിൽ 4 വർഷം മുമ്പ് അച്ചീവ് ചെയ്ത ആ ഒരു എണ്ണത്തിലേക്ക് ഉയരുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രവചിക്കുന്നത്. ഇതുകൂടാതെ ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഫാമിലി റൺ ചെയ്യുന്ന ബിസിനസ്സുകൾ, അതായത് പബ്ലിക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഫാമിലി ബിസിനസ്സുകൾ അത് വേൾഡിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ബില്യനേഴ്സിൻ്റെ വർധനം ഇങ്ങനെ തുടരുമ്പോൾ അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കും മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ്സിലേക്കും ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇന്ത്യയിലുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ UBS ബില്യനേഴ്സ് അംബീഷൻ റിപ്പോർട്ടിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ലീഡിംഗ് PSU ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് 4000-ഓളം ലിസ്റ്റഡ് കമ്പനികളുടെ റവന്യൂ അല്ലെങ്കിൽ അഥവാ അതിൻ്റെ ഗ്രോസ് സെയിൽസ് ഈ 2024 കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ആവറേജ് 6% ഒരു മോഡറേറ്റ് ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ എബിട്ട അഥവാ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ ആ ഒരു എബിട്ട മാർജിൻ 28% വർദ്ധിക്കുന്നതായിട്ട് കാണാം. അതുപോലെ പാറ്റ് അഥവാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അത് ഏകദേശം 32% ഉയർന്നതായിട്ടും കാണാം. അപ്പോൾ റവന്യൂ കുറഞ്ഞിട്ടും എങ്ങനെയാണ് പ്രോഫിറ്റ് വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പറയുന്നത് എംപ്ലോയി എക്സ്പെൻസസ് ഗ്രൂ ബൈ ഓൺലി 13% in FY24 compared to 70% in FY23. അതായത് FY23 17% എംപ്ലോയി എക്സ്പെൻസസ് വർധന ഉണ്ടായിരുന്നു. FY24 അത് 13% ആയിട്ട് കുറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കമ്പനികൾ പ്രോഫിറ്റിൽ വരാൻ വേണ്ടിയിട്ട് അവരുടെ എംപ്ലോയി എക്സ്പെൻസസ് ഗണ്യമായിട്ട് കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഇന്ത്യൻ കമ്പനികളുടെ ആവറേജ് എബിട്ട മാർജിൻ 22% ആണെങ്കിൽ ആവറേജ് ആനുവൽ ഗ്രോത്ത് ഇൻ വേജ് ബിൽസ്, എംപ്ലോയീസ് നൽകുന്ന സാലറി, വേജസ് അതിൻ്റെയൊക്കെ ഒരു ബിൽസ് നോക്കുകയാണെങ്കിൽ അത് 12% വർധനവ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ സെക്കൻഡ് ക്വാർട്ടറിൽ അതായത് Q2 ലിസ്റ്റഡ് കമ്പനികൾ റിപ്പോർട്ട് ചെയ്തത് ആവറേജ് 7% ഗ്രോത്താണ് ഇൻ എബിട്ടയിൽ. പക്ഷേ വേജ് ബില്ല് ഗ്രോ ചെയ്തിട്ടുള്ളത് 5.6% മാത്രമാണ്. അപ്പോൾ മൊത്തത്തിൽ SBIയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കമ്പനികൾ പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കോസ്റ്റ് നല്ല തോതിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേജ് ഗ്രോത്ത് വളരെ സ്ലോ
ആയതിന് കാരണം കൂലി കുറച്ചുകൊണ്ടും എംപ്ലോയീസിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടും എക്സ്പെൻസ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വളറ്റൈലായിട്ടുള്ള എക്കണോമിക് എൻവയറമെൻറ്റിൽ ഇവരുടെ മാർജിൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഈ വേജ് കട്ടും എംപ്ലോയീസിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടും ഇവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഇതിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഈ 2 റിപ്പോർട്ടുകളും ന്യൂട്രലായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ കമ്പനികൾ അവരുടെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കും. പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്നവരെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പ്രോഫിറ്റിൽ വർധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വർധനവുണ്ടാവും. ആളുകൾക്ക് ആ സ്റ്റോക്കിൽ ബുള്ളിഷാവും. പക്ഷേ എക്കണോമിയുടെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ പണമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുമെന്നുള്ളതാണ്. കാരണം എംപ്ലോയി എക്സ്പെൻസ് കുറക്കുന്നത് കൊണ്ട് മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ പണം സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ ബില്യണേഴ്സിൻ്റെ വളർച്ച സ്റ്റോക്ക് മാർക്കറ്റിൽ പോസിറ്റീവാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് മേഖല, അതുപോലെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകൾ, ഗോൾഡ്, അതുപോലെ ലക്ഷറി കാറുകളുടെ മേഖല, അതേപോലെ അത്തരത്തിലുള്ള ലക്ഷറി ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റുകൾ, മറ്റ് ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതുപോലെ SME IPOകൾ, ഇതിലൊക്കെ വമ്പിച്ച ഇമ്പാക്റ്റ് ഈ ഒരു ബില്യണേഴ്സിൻ്റെ വർധനവ് കാരണം ഉണ്ടായിട്ടുണ്ട്. ഈ SBI റിപ്പോർട്ടിൽ പറയുന്ന ഈ എംപ്ലോയി എക്സ്പെൻസ് കുറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത് മിഡിൽ ക്ലാസിൻ്റെ സ്പെൻഡിങ് കപ്പാസിറ്റിയിലാണ്. അപ്പോൾ അതാണ് എക്കണോമിക് സ്ലോ ഡൗൺ ആയതും. പ്രത്യേകിച്ച് ആ ഒരു സെഗ്മെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ FMCG സെക്ടറിൽ വൻ ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിയാലിറ്റി സെഗ്മെൻറ്റിലും FMCG സെഗ്മെൻറ്റിലും ഉണ്ടായിട്ടുള്ള ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ FMCG ഇൻഡെക്സ് 15ഓളം FMCG സ്റ്റോക്കുകൾ അടങ്ങിയ ഇൻഡെക്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ ഇയർ ടു ഡേ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലും ഈ ഡിസംബറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1.04% ഡൗൺ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് അതേസമയം 42% അപ്പ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 2 റിപ്പോർട്ടുകളും എത്രമാത്രം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെക്ടർ റൊട്ടേഷന് കാരണമായിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ FMCG സെഗ്മെൻറ്റിലുള്ള ആ 15 സ്റ്റോക്കുകളുടെ റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ITC വെറും 4% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ -6% റിട്ടേൺ ആണ്. നെസ്ലെ -8% റിട്ടേൺ ആണ്. വരൺ ബീവറേജ് കുറച്ചുകൂടി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, 42% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ബ്രിട്ടാനിയ -0.68%, അതുപോലെ ഗോദ്രേജ് 7.93%, യുണൈറ്റഡ് സ്പിരിറ്റ്സ് 17%, ടാറ്റ കൺസ്യൂമർ -1.89%, ഡാബർ -5.65%, മാരിക്കോ 19%, കോൾഗേറ്റ് പാംലീഫ് 19%, യുണൈറ്റഡ് ബ്രൂവറീസ് 17%. കൂടാതെ പ്രോക്ടർ ആൻഡ് ഗാബിൾ ഹൈജീൻ പ്രൊഡക്ട്സ് -9% റിട്ടേൺ ആണ്. റാഡിക്കോ കൈത്താൻ നമ്മുടെ വരൺ ബീവറേജസിനെ കൊണ്ട് പറഞ്ഞ പോലെ കുറച്ച് നല്ല റിട്ടേൺ നൽകി 55%. അതുപോലെ ബൽറാംപൂർ ചീനി 46% റിട്ടേൺ നൽകി. അപ്പോൾ 3 സ്റ്റോക്കുകൾ മാത്രമാണ് കുറച്ചും കൂടി നല്ല റിട്ടേൺ നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. നിഫ്റ്റിയിലും താഴെയാണ് അതിൻ്റെയൊക്കെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ റിയാലിറ്റി ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും എല്ലാ സ്റ്റോക്കുകളും വമ്പിച്ച റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അപ്പോൾ DLF 28%, മാക്രോടെക് ഡെവലപ്പേഴ്സ് 57%, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 49%, ഒബ്രോയ് റിയാലിറ്റി 55%, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് 60%, ഫിനിക്സ് മിൽസ് 59%, ബ്രിഗേഡ് എന്റർപ്രൈസസ് 50%, ശോഭ റിയൽറ്റേഴ്സ് 59%, റൈമൺ 69%. ഇവിടെ മഹീന്ദ്ര ലൈഫ് സ്പേസസ് മാത്രമാണ് -8% റിട്ടേൺ നൽകിയത്. ബാക്കിയുള്ള ഇൻഡെക്സിലുള്ള മറ്റ് 9 സ്റ്റോക്കുകളും വമ്പിച്ച റിട്ടേൺ ആണ് നൽകിയതെന്ന് കാണാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം FMCG സ്റ്റോക്കുകൾ നമുക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യേണ്ട ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് എക്കണോമിക് റിക്കവറി ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് നല്ല റിട്ടേൺ നൽകാൻ സാധ്യത ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.